എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ 6-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ വരുന്ന സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷന് വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ തിയറി സൈഡിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. മേജർലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പ്രീവിയസ് ഇയറിൽ പാർട്ട് സിയിൽ നിന്ന് 20 മാർക്സിനും അതുപോലെ തന്നെ മറ്റൊരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് 16 മാർക്കിനും ഈ ഒരു ഏരിയയിൽ നിന്നും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ബേസിക്കലി ഇവിടെ 2 മെത്തേഡിലാണ് പ്രോബ്ലംസ് ചെയ്യാൻ വരുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് മെത്തേഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ആ 2 മെത്തേഡിലും പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ഫാസ്റ്റായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അനാലിസിസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഈ 2 മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഒരു പൈപ്പ് നെറ്റ്വർക്കിനെ എങ്ങനെയൊക്കെ അനാലിസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കണ്ടീഷൻസാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി കൺസേൺ. സോ അതിന് ബേസിക്കലി 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദി ആൽജിബ്രിക് സം ഓഫ് പ്രഷർ ഡ്രോപ്പ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് മസ്റ്റ് ബി 0. ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള പ്രഷർ ഡ്രോപ്പിൻ്റെ ആൽജിബ്രിക് സം എപ്പോഴും 0 ആയിരിക്കണം. അതായത് അവിടെ സെക്കൻഡ് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ ഫ്ലോ എൻറ്ററിങ് എ ജംഗ്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ ഫ്ലോ ലിവിങ് ദ ജംഗ്ഷൻ. ഒരു ലൂപ്പിൻ്റെ കേസ് പറയുമ്പോൾ അതിലെ ടോട്ടൽ സം ഓഫ് ദ പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇൻ ദ കേസ് ഓഫ് എ ജംഗ്ഷൻ, സെക്കൻഡ് കണ്ടീഷനായിട്ട് പറഞ്ഞത് ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്ന വെള്ളത്തിൻ്റെ അളവും അവിടെ നിന്നും പോകുന്ന വെള്ളത്തിൻ്റെ അളവും ഈക്വൽ ആയിരിക്കണം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരു ജംഗ്ഷനിൽ 100 ലിറ്റർ വെള്ളമാണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത് ദ സെയിം എമൗണ്ട് ആയിരിക്കണം. 100 ലിറ്റർ തന്നെ അവിടെ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കണം. ഈ 2 ബേസിക് ലോസിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസൈനിങ് അനാലിസിസ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹാർഡി ക്രോസ് മെത്തേഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഹാർഡി ക്രോസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് വലിയ മാർക്കിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 മാർക്സിനും 16 മാർക്കിനൊക്കെ ചോദ്യം വന്നിട്ടുള്ളത് ഈ ഒരു ഹാർഡി ക്രോസ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അതിൻ്റെ പ്രൊസീജിയർ മേ ബി എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്, പ്രൊസീജിയർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ തിയറി സെക്ഷനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, സെലക്ട് സെപ്പറേറ്റ് സർക്യൂട്ട് ആൻഡ് അസ്യൂം എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫ്ലോ സച്ച് ദാറ്റ് ഫ്ലോ എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫ്ലോ ലിവിങ് ദി ജംഗ്ഷൻ. നമ്മൾ തരുന്ന പ്രോബ്ലത്തിൽ നിന്നും നമ്മൾ ആ സർക്യൂട്ട് മനസ്സിലാക്കി ആ ഓരോ ജംഗ്ഷനെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബേസിക് തിയറിയുടെ ബേസിസിൽ അതിനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് പ്രൊസീജിയർ, കമ്പ്യൂട്ട് ഹെഡ് ലോസ് ഇൻ ഈച്ച് പൈപ്പ് കൺസിഡറിങ് ക്ലോക്ക് വൈസ് ഫ്ലോ ആസ് പോസിറ്റീവ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്ലോ ആസ് നെഗറ്റീവ്. നമ്മളെ പൈപ്പ് നെറ്റ്വർക്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ് ഫ്ലോ ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഉള്ളത് നെഗറ്റീവ് ഫ്ലോ ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിൽ നമ്മൾ അവിടെയുള്ള ഹെഡ് ലോസ് കണ്ടെത്തുകയാണ്. അതിന് വേണ്ട ജനറൽ ഇക്വേഷൻ HL ഈസ് ഈക്വൽ ടു KQ സഫിക്സ് A റൈസ് ടു X. HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ലോസ് ഇൻ പൈപ്പ്, അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവാം ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് QA. QA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് ഫ്ലോ ഇൻ ലിറ്റർ പെർ സെക്കൻഡ് ഓർ ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമ്മൾ ഓരോ ലൈനിലും അസ്യൂം ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട്, അതാണ് QA എന്ന് പറയുന്നത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ K ഇസ് ഈക്വൽ ടു L/450 D⁻⁴.87. ചില പ്രോബ്ലത്തിൽ K എന്ന് പറയുന്ന വാല്യൂ ഡയറക്റ്റ് ആ ലേഔട്ടിൽ തരാറുണ്ട്. മറ്റ് ചില പ്രോബ്ലത്തിൽ നമുക്ക് ഈ എല്ലിൻ്റെയും അതുപോലെ ഡയമീറ്ററിൻ്റെയും ലെങ്ത്തും ഡയമീറ്റർ തന്നിട്ട് അതിൽ നിന്നും K ഓരോ ലൈനിലേക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയും ചോദിക്കാറുണ്ട്. സോ ഡിപ്പെൻസ്, വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ K സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ലൈനിലേക്കുള്ള K നമ്മൾ കണ്ടെത്തണം. ഓക്കെ. ദെൻ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഈ X എന്ന് പറയുന്നത് 2 വാല്യൂസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 1.85 ആൻഡ് 2. അതായത് ഹെയ്സൺ വില്യം ഫോർമുല ബേസിസിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1.85ഉം ഡാർസി വേബാക്ക് ഇക്വേഷൻ്റെ ബേസിസിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2ആണ്. അതായത് നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മളൊരു അനാലിസിസ് നടത്തുന്നത് ഏത് ഇക്വേഷൻ്റെ ബേസിസിലാണ് എന്ന് അവിടെ ഡിനോട്ട് ചെയ്യും ക്വസ്റ്റ്യനിൽ തന്നെ. സോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ എടുക്കുന്നത്. യൂസിങ് ഡാർസി വേബാക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 2 ആയിട്ട് കൺസിഡർ ചെയ്യും.
അതല്ല യൂസിങ് ഹെയ്സൺ വില്യം ഫോർമുല എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1.85 എന്ന് പറയും എന്ന് നമ്മൾ എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇനി മേ ബി നമ്മുടെ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ, അതായത് HL = KQA⁴x എന്നതിന് പകരം എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് 2 ആയിട്ട് നമുക്ക് ഇക്വേഷൻ തന്നെ തന്നിട്ടുണ്ടാവാം മേ ബി. സോ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് നമ്മൾ ഡാർസി-വെയ്ബാക്ക് ഇക്വേഷൻ്റെ ബേസിസിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ട് ദ ടോട്ടൽ ഹെഡ് ലോസ് σHL. നമ്മൾ ഓരോ ലൈനിലെയും ഹെഡ് ലോസ് കണ്ടെത്തി അതിൻ്റെ ടോട്ടൽ കമ്പ്യൂട്ട് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് കമ്പ്യൂട്ട് മോഡ് HL/QA ഫോർ ഈച്ച് പൈപ്പ് ആൻഡ് കമ്പ്യൂട്ട് σHL/QA. അതായത് ഹെഡ് ലോസ് ഓരോ ലൈനിലെയും കണ്ടെത്തി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോർത്ത് സ്റ്റേജ് ആസ് പെർ ദ ഡയറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ കമ്പ്യൂട്ട് ദ കറക്ഷൻ ഫോർ ദ നെറ്റ്വർക്ക് that is correction delta is equal to minus sigma HL divided by x into sigma mod HL/QA. ഈ ഒരു ഇക്വേഷനിലുള്ള വാല്യൂസ് നമുക്ക് ആ ലേഔട്ടിൽ ഒരു ടാബുലർ ഫോമിൽ കണ്ടെത്താൻ സാധിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കറക്ഷൻ ഫാക്ടർ കാണും. ആൻഡ് ലാസ്റ്റ് അപ്ലൈ ദി കറക്ഷൻ ടു ദ ഫ്ലോ ഇൻ ഈച്ച് പൈപ്പ് കോമൺ പൈപ്പ് ടു ദ 2 ലൂപ്പ് റെസ്യൂം ബോത്ത് കറക്ഷൻസ്. നമ്മളിങ്ങനെ കണ്ടെത്തിയ കറക്ഷൻസ് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ പൈപ്പ് ലൈനിലും അപ്ലൈ ചെയ്യുന്നു. അതിൽ കോമൺ ആയിട്ട് വരുന്ന ലൈനിൽ 2 കറക്ഷൻസും അപ്ലൈ ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അപ്ലൈ ദ കറക്ഷൻ ട്വൈസ്. സോ ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ ആൾറെഡി നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതൊന്നും കൂടി ഈസി ആയിട്ട് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഇൻ കേസ് തിയറട്ടിക്കൽ സൈഡിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയറും ഇതിൽ പറഞ്ഞ ഇക്വേഷൻസും കാര്യങ്ങളാണ് എഴുതേണ്ടത്. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലോ ഓൺ ദ പൈപ്പ് നെറ്റ്വർക്ക് ഗിവൺ യൂസിങ് ഹാഡി-ക്രോസ് മെത്തേഡ് വിത്ത് ഡാർസി-വെയ്ബാക്ക് ഇക്വേഷൻ. അതിൻ്റെ താഴെ ഒരു പൈപ്പ് നെറ്റ്വർക്കും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് 20 മാർക്സ് അല്ലെങ്കിൽ 16 മാർക്സിനൊക്കെ ചോദിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ ഹാഡി-ക്രോസ് മെത്തേഡ് വിത്ത് ഡാർസി-വെയ്ബാക്ക് ഇക്വേഷൻ എന്ന് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ഓരോ ജംഗ്ഷനിലും എത്രത്തോളം വെള്ളം അല്ലെങ്കിൽ എത്രത്തോളമാണ് അവിടുത്തെ ഫ്ലോ എന്ന് തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ എത്രത്തോളമാണ് ഒരു ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലോ എന്നവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓരോ ലൈനിലെയും K വാല്യൂവും കാണിച്ചിട്ടുണ്ട്. സോ ഇത്രയും തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു നെറ്റ്വർക്കിനെ മാറ്റി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ ഒരു സെയിം നെറ്റ്വർക്ക് ഡയഗ്രാം അതുപോലെ തന്നെ വരയ്ക്കും. എന്നിട്ട് ഇതിന് നമ്മളൊരു ഓരോ ജംഗ്ഷനും ഓരോ ലെറ്റർ ഡിനോട്ട് ചെയ്യും. അതാണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. അതായത് ABCD എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് ജംഗ്ഷൻസിന് പേര് കൊടുത്തു. എന്നിട്ട് ചെയ്യുന്നത് ഈ ഓരോ ജംഗ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റി ക്യൂവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് 2 നെറ്റ്വർക്കിലേക്ക്. സോ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഫസ്റ്റത്തെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജംഗ്ഷൻ എയിൽ 50 എന്ന് പറയുന്ന ഒരു എമൗണ്ട് വാട്ടറാണ് ആ ജംഗ്ഷനിലേക്ക് വരുന്നത്. സോ അതിന് നമുക്ക് AB എന്നുള്ള ഡയറക്ഷനിലും അതുപോലെ തന്നെ AD എന്നുള്ള ഡയറക്ഷനിലും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു സ്പ്ലിറ്റിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ ജസ്റ്റ് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആൾറെഡി പറഞ്ഞ നമ്മളുടെ 2 കണ്ടീഷൻസ്, ലൂപ്പിൻ്റെ ടോട്ടൽ അൾജിബ്രിക് പ്രഷർ ഡിഫറൻസ് 0 ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ വരുന്നതും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ എമൗണ്ടും ഈക്വൽ ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള ജോയിൻറ്റ് എയിലെ അല്ലെങ്കിൽ ജംഗ്ഷൻ എയിലെ 50 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്ത് AB എന്ന ഡയറക്ഷനിൽ 25ഉം AD എന്ന് പറയുന്ന ഡയറക്ഷനിൽ 25ഉം ആയി സെപ്പറേറ്റ് ചെയ്തു. സോ ഇപ്പോൾ കറൻ്റ്ലി B എന്ന് പറയുന്ന ജംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവൾ ആൾറെഡി 50 എന്ന് പറയുന്നൊരു എമൗണ്ട് വെള്ളം എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ സ്പെസിഫൈ ചെയ്തതാണ്. സോ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത 25ഉം കൂടി ആകുമ്പോൾ ടോട്ടലി 75 എന്ന് പറയുന്നൊരു വാല്യൂ പോയിൻറ്റ് Bയിൽ അവൈലബിൾ ആയി. സോ നമുക്ക് ഈ B എന്ന് പറയുന്നതിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള 2 ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്ന് ബി സി എന്ന് പറയുന്നതും ഒന്ന് ബി ഡി എന്ന് പറയുന്നതുമാണ്. സോ നമ്മൾ ഈ 75നെ ഡിവൈഡ് ചെയ്തു. ജംഗ്ഷൻ എയിൽ ചെയ്ത അതേ മെത്തേഡിൽ ജംഗ്ഷൻ ബിയിലെ ടോട്ടൽ വാല്യൂവിനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ബി സിയിലേക്ക് 50 എന്ന് പറയുന്ന വാല്യൂവും ബി ഡിയിലേക്ക് 25 എന്ന് പറയുന്ന വാല്യൂവും കൊടുത്തു. സോ നെക്സ്റ്റ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഡി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഡിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എ ഡി എന്ന ഡയറക്ഷനിൽ 25ഉം ബി ഡി എന്ന ഡയറക്ഷനിൽ 25ഉം ടോട്ടലി 50 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഡി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ വാല്യൂ 25 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ റിമൈനിങ് ആയിട്ടുള്ള 25 എന്ന വാല്യൂ നമ്മൾ ഡി സി എന്ന ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഡി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എ ഡി എന്ന ഡയറക്ഷനിൽ 25ഉം ബി ഡി എന്ന ഡയറക്ഷനിൽ 25. സോ ടോട്ടൽ 50 എന്ന എമൗണ്ട് ആണ് ഡി എന്ന് പറയുന്ന പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഡിയിൽ നിന്ന് 25 ഔട്ട്വേർഡ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, ആൾറെഡി ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തതാണ്. സോ റിമൈനിങ് 25 നമ്മൾ ഡി സി എന്ന് പറയുന്ന ഡയറക്ഷനിലും കൊടുത്തു. നൗ സി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നമുക്ക് ഔട്ട് സൈഡിലേക്ക് പോകുന്നത് 75 ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ബി സിയിൽ നിന്ന് ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള 50ഉം ഡി സിയിൽ നിന്ന് നമ്മളിപ്പോൾ കൊടുത്ത 25ഉം രണ്ടും കൂടി സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 75, വിച്ച് ഈസ് കറക്റ്റ്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതായത് തന്ന വാല്യൂസിനെ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് തന്നിട്ടുള്ളൊരു നെറ്റ്വർക്കിന് ആദ്യം നമ്മൾ ഓരോ ജംഗ്ഷൻ പോയിൻറ്റിനും ഓരോ ലെറ്റർ വെച്ച് നെയിം കൊടുക്കുന്നു. ജസ്റ്റ് എക്സാമ്പിളായിട്ട് എ ബി സി ഡി എന്ന് കൊടുത്തു. എന്നിട്ട് ഇതിനെ 2 ലൂപ്പായി കൺസിഡർ ചെയ്യുകയാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതായത് ലൂപ്പ് എ ബി ഡി എ എന്ന് പറയുന്ന ഒരു ലൂപ്പും അതുപോലെ തന്നെ ലൂപ്പ് ബി സി ഡി ബി എന്ന് പറയുന്ന സെക്കൻഡ് ലൂപ്പും, അങ്ങനെ 2 ലൂപ്പിലേക്ക് നമ്മൾ ഈ ഒരു വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് ചെയ്തത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് 50 എന്ന് പറയുന്ന നമ്പറാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഈക്വലി 25 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ദെൻ ബിയിലെ ടോട്ടൽ 75 ആയിരുന്നു. ആ 75നെ നമ്മൾ 50 25 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ദെൻ ലാസ്റ്റ് വരുന്ന ഡി ആൻഡ് സി എന്ന പോയിന്റിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂവും എത്രയാണ് അവിടെ റിമൈനിങ് എന്നുള്ളതും വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഡിയിലെയും സിയിലെയും ലാസ്റ്റ് എമൗണ്ട്സ് കണ്ടെത്തുന്നു. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു കാര്യം, ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ ബി സിയിൽ 50ഉം അതുപോലെ തന്നെ ബി ഡിയിലേക്ക് 25ഉമാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഇനി ഒരാൾ ഇതിന് പകരം തിരിച്ച്, അതായത് ബി സിയിലേക്ക് 25ഉം ബി ഡിയിലേക്ക് 50ഉം കൊടുത്താൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും. അതൊരിക്കലും തെറ്റില്ല. കാരണം നമ്മൾ ഏത് അറേഞ്ച്മെൻറ്റ്സ് എടുത്താലും നമുക്ക് ആ ഫൈനൽ സമ്മേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആവണമെന്നേ ഉള്ളൂ. സോ ഞാനിവിടെ ബി സിയിലേക്ക് 50 എടുത്തതിന് പകരം അവിടെ നമ്മൾ 25 ആണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഫൈനലി ഡി ടു സി വരുന്ന വാല്യൂ 50 ആയി മാറും. സോ സം ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ 75 എന്ന വാല്യൂവിനെ കിട്ടും. സോ ഡിവിഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൂ. അത് ഏത് രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ പ്രോബ്ലത്തിലെ വാല്യൂവിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഒരു ജംഗ്ഷനിൽ വരുന്ന എമൗണ്ട് അവിടുന്ന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവണം അല്ലെങ്കിൽ ടോട്ടലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. അതുപോലെ തന്നെ ലൂപ്പിൻ്റെ ആൽജിബ്രിക് സം ഇൻ പ്രഷർ അത് 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബുലേഷൻ മെത്തേഡിലാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനുള്ളത്. നമ്മളിതിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ കിട്ടിയ ഓരോ വാല്യൂസ്, അതായത് എ ടു ബി, ബി ടു സി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് ഓരോ ലൈനിലെയും അസ്യൂംഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ക്യു എ എന്ന് നമ്മൾ നേരത്തെ ഡിനോട്ട് ചെയ്തത്. നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് വരുന്ന കറക്ഷൻ കണ്ടെത്തിയിട്ട്, ഇതിൽ വരുന്ന എറർ എത്രയാണ് അല്ലെങ്കിൽ കറക്ഷൻ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് ആ കറക്ഷൻ വാല്യൂ ഈ ഓരോ വാല്യൂയിലേക്കും ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഔട്ട്പുട്ട്. അതാണ് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ടാബുലേഷൻ മെത്തേഡാണ്. സോ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 വട്ടമാണ് കറക്ഷൻ കണ്ടെത്തുന്നത്. ആദ്യം നമ്മളൊരു കറക്ഷൻ വാല്യൂ കണ്ടെത്തി ആ വാല്യൂ നമ്മുടെ ഈ പറഞ്ഞ ഓരോ ലൈനിലെയും വാല്യൂവിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ കിട്ടിയ പുതിയ ക്യൂ വാല്യൂവിലേക്ക് വീണ്ടും ഒരു കറക്ഷൻ ഫാക്ടർ കണ്ടെത്തി ആഡ് ചെയ്യുന്നു. അതായത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ തന്നെ ഒരു വട്ടം കറക്ഷൻ കണ്ടെത്തി അത് ആഡ് ചെയ്തു, അതിനുശേഷം വീണ്ടും കറക്ഷൻ വാല്യൂ കണ്ടെത്തി അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എൻഡിലേക്ക് എത്തുന്നത്.
അറ്റ് ദ എൻഡ് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തൊരു ലേ ഔട്ട്, അതായത് ജംഗ്ഷൻ എയിൽ 50 ഡിവൈഡ് ചെയ്ത് 25 എന്ന് ആക്കിയ അതുപോലെ ഫൈനലി നമുക്ക് കറക്ഷൻ 2 വട്ടം കറക്ഷൻ ചെയ്ത് കിട്ടിയ ആ വാല്യൂവിനെ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ലേ ഔട്ട് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ പ്രോബ്ലം ഫിനിഷ് ആവുന്നത്. സോ നമുക്ക് ഈ ഒരു ടാബുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് ABDA. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നെറ്റ്വർക്കിന് 2 ലൂപ്പായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ABDAയും അതുപോലെ തന്നെ BCDBയും. സോ ആദ്യം നമ്മൾ ടേബിൾ വരയ്ക്കുന്നത് ABDA എന്ന് പറയുന്ന ലൂപ്പിനാണ്. അതിൽ നമ്മൾ കൊടുത്ത ഫസ്റ്റ് കോളം പൈപ്പ്, സെക്കൻഡ് വൺ QA, തേർഡ് വൺ K, ഫോർത്ത് HL, നെക്സ്റ്റ് HL/QA, ദെൻ ലാസ്റ്റ് വൺ കറക്റ്റഡ് Q. ഓക്കെ, പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ലൂപ്പ്, അതായത് ABDAയിലെ ഓരോ സ്പ്ലിറ്റപ്പിനെയാണ് നമ്മൾ പൈപ്പ് എന്ന് പറയുന്നത്. സോ AB, ദെൻ BD, അത് കഴിഞ്ഞാൽ DA, അങ്ങനെ 3 പൈപ്പ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിവിടെ നോക്കാം, പൈപ്പ് AB, BD, DA. ഇതിൽ BD എന്നുള്ളതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട് കോമൺ പൈപ്പ് എന്ന്. അതായത് BD എന്ന് പറയുന്ന സെക്ഷൻ 2 ലൂപ്പിലും, ഫസ്റ്റ് പറയുന്ന ലൂപ്പിലും നെക്സ്റ്റ് ലൂപ്പിലും കോമൺ പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്തു കോമൺ പൈപ്പ് എന്ന്. സെക്കൻഡ് കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അസ്യൂംഡ് Q വാല്യൂ ആണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ലൂപ്പ് ഫിഗർ വരച്ചിട്ട് നമ്മളിവിടെ കണ്ടെത്തിയ വാല്യൂസ് ABയിൽ 25, BDയിൽ 25, DAയിൽ 25 എന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് QA ഫോർ AB. നമുക്കറിയാം ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ABയിൽ QAയുടെ വാല്യൂ 25 ആണ്. സോ നമ്മൾ ആ 25 ഇവിടെ ഡിനോട്ട് ചെയ്തു. സെക്കൻഡ് വൺ BD, കോമൺ പൈപ്പായ BDയിൽ ഫസ്റ്റ് ലൂപ്പിൻ്റെ കൺസിഡറേഷൻ വരുമ്പോൾ 25 തന്നെയാണ് QAയുടെ വാല്യൂ. നെക്സ്റ്റ് വൺ ഈസ് DA, തേർഡ് പൈപ്പ് എന്ന് പറയുന്നത് DA ആണ്. ഇവിടെയുള്ള വാല്യൂ 25 ആണ്. പക്ഷെ നമുക്ക് ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ, ABDA കൺസിഡർ ചെയ്യുമ്പോൾ DA എന്ന് പറയുന്നത് എന്താ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയി അല്ലേ. A to B ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, B to D ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. പക്ഷേ D to A എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി, ഫ്ലോ ഡയറക്ഷനും നമ്മുടെ ലൂപ്പ് ഡയറക്ഷനും ഓപ്പോസിറ്റായി. സോ അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ വരുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ വളരെയധികം ശ്രദ്ധിക്കാനുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാണ്. ഈ ഒരു നെഗറ്റീവ് സിമ്പിൾ തെറ്റിയാൽ മതി, നമ്മൾ എൻ്റെ ഒരു പ്രോബ്ലം തന്നെ തെറ്റും. സോ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. സോ അങ്ങനെ DA ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നുകൊണ്ട് തന്നെ നമ്മളവിടെ -25 എന്ന് അസ്യൂംഡ് Q വാല്യൂവിന് കൊടുത്തു. Kയുടെ വാല്യൂ നമുക്ക് പ്രോബ്ലത്തിൽ തന്നെ ഓരോ ലൈൻസിലും കാണിച്ചിട്ടുണ്ട്. സോ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും നേരെ നമ്മൾ ഡിനോട്ട് ചെയ്തു. ദെൻ HL ആണ് കാണേണ്ടത്. HL കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ തന്നെ പ്രൊസീജിയർ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് കാണാം. HLൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HL = KQA/X ആണ്. ഇവിടെ X വില്യം ഹൈസൺ ഫോമുല വെച്ചായതുകൊണ്ട് 2 ആണ്. Kയുടെ വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും അറിയാം. QAയുടെ വാല്യൂ നമുക്കറിയാം. സോ നമ്മൾ കാൽക്കുലേറ്ററിൽ ഈ ഓരോ വാല്യൂസും എൻ്റർ ചെയ്ത് നമുക്ക് ആ കറസ്പോണ്ടിങ് വാല്യൂസ് ഈ HL എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കാം. അവിടെയും ശ്രദ്ധിക്കേണ്ടത് DAയുടെ കേസിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് സിമ്പിൾ, ഡയറക്ഷൻ്റെ ബേസിസിലുള്ള ഒരു നെഗറ്റീവ് സിമ്പിൾ വരുന്നുണ്ട്. നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ക്യാൻസലായി പോകും എന്നൊന്നും കരുതരുത്. കാരണം നമ്മളിവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ള ഡയറക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് സിമ്പിൾ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ HLൻ്റെ ഓരോ പൈപ്പിലെയും വാല്യൂ കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ സം കണ്ടെത്തി. സോ ടോട്ടലി 625 എന്ന് കിട്ടി. അടുത്ത കോളം മോഡ് ഓഫ് HL/QA ആണ്. സോ ഫസ്റ്റ് കേസ് 1250 / 25. സെക്കൻഡ് കേസ് 625 / 25 ആൻഡ് തേർഡ് കേസ് 1250 / 25. ബിക്കോസ് മോഡുലെസ് ആയതുകൊണ്ട് അവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ ഒഴിവാക്കി. അങ്ങനെ നമുക്ക് HL/QAയുടെ മോഡിൻ്റെ ടോട്ടൽ 125 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്ഷൻ ഫാക്ടർ ഫോർ ഫസ്റ്റ് ലൂപ്പ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അതിനുള്ള ഇക്വേഷൻ നേരത്തെ തന്നെ നമ്മൾ ആൾറെഡി കാണിച്ചിട്ടുണ്ട്. ഡെൽറ്റ -σHL / X × σ mod HL/QA എന്ന്.
സോ നമ്മളിപ്പോൾ കണ്ടെത്തിയ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് കറക്ഷൻ കണ്ടെത്താൻ സാധിക്കും. സോ ഫസ്റ്റ് ലൂപ്പ് എ ബി ഡി എയുടെ കറക്ഷൻ വാല്യൂ ഡെൽറ്റ എ ബി ഡി എ നമ്മൾ ഈ പറഞ്ഞൊരു ഇക്വേഷനിൽ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ -2.5 എന്ന് കിട്ടും. ഓക്കെ, കറക്ഷൻ വാല്യൂ -2.5 എന്ന് കിട്ടും. സോ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയുന്ന ആക്ച്വൽ അല്ലെങ്കിൽ അസ്യൂംഡ് ക്യൂ വാല്യൂവിലേക്ക് ഈ ഒരു കറക്ഷൻ ആഡ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് കേസിൽ ക്യൂ എ, അതായത് എ ബി എന്ന് പറയുന്ന കേസിൽ ഈ ഒരു ക്യൂ എ വാല്യൂവിലേക്ക് ഈ ഒരു കറക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ക്യൂ എ പ്ലസ് ഡെൽറ്റ എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യൂ എയുടെ വാല്യൂ 25 പ്ലസ് നമുക്ക് കിട്ടിയ കറക്ഷൻ്റെ വാല്യൂ -2.5 ആണ്. സോ 25 പ്ലസ് -2.5 വിച്ച് ഈസ് ഈക്വൽ ടു 22.5 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ ഡി എ എന്ന് പറയുന്ന പൈപ്പിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡി എയിൽ ക്യൂ എയുടെ വാല്യൂ -25 ആണ്. സോ -25 പ്ലസ് -2.5 means -25 -2.5 which is equal to -27.5 എന്ന് കിട്ടും. എ ബിയിലേക്ക് നമ്മൾ കറക്ഷൻ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഡി എയിലേക്കും കറക്ഷൻ ആഡ് ചെയ്തു. സിമ്പിൾസിനനുസരിച്ച് വാല്യൂ നെഗറ്റീവ് മൈനസ് ആവാം അല്ലെങ്കിൽ അഡീഷൻ ആവാം. അങ്ങനെ നമുക്ക് എ ബിയിലെ കറക്റ്റഡ് ക്യൂ വാല്യൂ 22.5 എന്നും ഡി എയിലെ കറക്റ്റഡ് വാല്യൂ -27.5 എന്നും കിട്ടി. ഇനി നമുക്കവിടെ കണ്ടെത്താനുള്ളത് ബി ഡിയിലെ കറക്റ്റഡ് വാല്യൂ ആണ്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ കണ്ടെത്താൻ കഴിയില്ല. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വാല്യൂ. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ലൂപ്പിലെ കറക്ഷൻ ഫാക്ടറും കൂടി കണ്ടെത്തണം. കാരണം ബി ഡി എന്ന് പറയുന്നത് ഒരു കോമൺ പൈപ്പ് ആയതുകൊണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് ബി സി ഡി ബി. സെക്കൻഡ് ലൂപ്പിൻ്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡിൽ ടേബുലേഷൻ ചെയ്യുകയാണ്. പൈപ്പുകളുടെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി, സി ഡി ആൻഡ് ഡി ബി. ഇവിടെ ബി ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി ബി എന്ന് പറയുന്ന ആ ഒരു സെഷനാണ് കോമൺ ആയിട്ട് വരുന്നത്. ബിക്കോസ് നേരത്തെ നമ്മൾ ബി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലായിരുന്നു, ഇവിടെ നിന്ന് തിരിച്ചാണെന്നുള്ള ഡിഫറൻസ് മാത്രം. സോ ബി സിയിലുള്ള ക്യൂ എയുടെ വാല്യൂ 50 ആണ്. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4. സോ നമുക്ക് എച്ച് എൽ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. ദെൻ എച്ച് എൽ ബൈ ക്യൂ എ ചെയ്ത് കഴിഞ്ഞാൽ 200 എന്ന് കിട്ടും. സെക്കൻഡ് വൺ സി ഡി എന്ന് പറയുന്ന ഒരു ഡയറക്ഷനാണ്. ഈ സി ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റാണ് അല്ലേ. ബി സി ഈസ് ക്ലോക്ക് വൈസ്, സി ഡി എന്ന് പറയുമ്പോൾ അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാബുലേഷനിൽ സി ഡിയിൽ ക്യൂ എയുടെ വാല്യൂവിന് മൈനസ് സിമ്പിൾ കാണിച്ചു. സോ കറസ്പോണ്ടിങ് എച്ച് എല്ലിൻ്റെ വാല്യൂവിൽ മൈനസ് സിമ്പിൾ റിഫ്ലക്റ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ എച്ച് എൽ ബൈ ക്യൂ എ മോഡ് എടുക്കുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. സെയിം മെത്തേഡിൽ ഡി ബി വരുമ്പോൾ അവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ കാണിച്ചു. അങ്ങനെ -25 എന്ന് ഡി ബിയിലും നമ്മൾ ഡിനോട്ട് ചെയ്തു. കറസ്പോണ്ടിങ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എച്ച് എല്ലിൻ്റെ വാല്യൂ മോഡ് എച്ച് എൽ ബൈ ക്യൂ എയുടെ വാല്യൂവും കിട്ടും. ദെൻ നമ്മൾ എച്ച് എല്ലിൻ്റെ ടോട്ടലും അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എച്ച് എൽ ബൈ ക്യൂ എയുടെ ടോട്ടലും അവിടെ ടേബിളിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ലൂപ്പിൽ ചെയ്ത അതേ മെത്തേഡിൽ കറക്ഷൻ വാല്യൂ ഡെൽറ്റ ബി സി ഡി ബി കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ വാല്യൂ നമുക്ക് -12.5 എന്ന് കിട്ടി. -12.5. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലൂപ്പിലെ ഫസ്റ്റ് പൈപ്പ് ബി സിയിലേക്ക് ഈ ഒരു വാല്യൂ കറക്ഷൻ വാല്യൂ ആഡ് ചെയ്യുകയാണ്. അതായത് ക്യൂ എ പ്ലസ് ഡെൽറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 50 - 12.5 ഈക്വൽ ടു 37.5 എന്ന് കിട്ടി. കറക്റ്റഡ് വാല്യൂ ഓഫ് ക്യൂ ഫോർ ബി സി. സെക്കൻഡ് വൺ സി ഡി ആണ്. സി ഡിയുടെ കേസിലും സെയിം -25 പ്ലസ് കറക്ഷൻ വാല്യൂ ആഡ് ചെയ്യുകയാണ്. which is equal to -25 - 12.5 which is equal to -37.5. ആൻഡ് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് രണ്ട് ലൂപ്പിലും കോമൺ ആയിട്ട് വരുന്ന ഡി ബി അല്ലെങ്കിൽ ബി ഡി എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന കറക്ഷനാണ്. ഇതൊരു കോമൺ പൈപ്പ് ആയതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കറക്ഷൻസും ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, സോ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൂപ്പിൻ്റെ കേസിൽ
ബി ഡി എന്നുള്ള ഡയറക്ഷനിലാണ്. സോ ആ ലൂപ്പിലേക്ക് സെക്കൻഡ് ലൂപ്പിൽ ഡി ബി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന കറക്ഷൻ വാല്യൂയും കൂടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലേക്ക് ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് വരുന്ന കറക്ഷനും ആഡ് ചെയ്യണം. സോ അതാണ് നമ്മളിതിൽ നെക്സ്റ്റ് ചെയ്യുന്നത്. അതായത് ലൂപ്പ് 1 പൈപ്പ് 2 ബി ഡി അവിടെ വരുന്ന കറക്ഷൻ വാല്യൂ ആണ് കണ്ടെത്തുന്നത്. അതായത് ക്യു ബി ഡി ഇസ് ഈക്വൽ ടു ക്യു എ പ്ലസ് ഡെൽറ്റ എ ബി ഡി എ പ്ലസ് ഡെൽറ്റ ബി സി ഡി ബി. അതായത് അവിടുത്തെ അസ്യൂംഡ് വാല്യൂ പ്ലസ് ഫസ്റ്റ് ലൂപ്പ് കറക്ഷൻ പ്ലസ് സെക്കൻഡ് ലൂപ്പ് കറക്ഷൻ. അസ്യൂംഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. ഫസ്റ്റ് ലൂപ്പിലെ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2.5 ആണ്. സോ 25 പ്ലസ് മൈനസ് ഓഫ് 2.5 പ്ലസ് സെക്കൻഡ് ലൂപ്പിലെ കറക്ഷൻ അതായത് -12.5 ആണ് നമുക്കവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ കറക്ഷൻ വാല്യൂ ഫോർ സെക്കൻഡ് ലൂപ്പ്. അതിന് അഡീഷണലായിട്ട് ഒരു മൈനസ് സിമ്പിളും കൂടി അവിടെ വരുന്നുണ്ട്, വിച്ച് മീൻസ് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. അതായത് ബി ഡി എന്ന് പറയുന്ന ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ലൂപ്പിലെ കറക്ഷൻ അതായത് ഡി ബി എന്ന് പറയുന്ന ലൈനിലെ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് സിമ്പിൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിമ്പിൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. -12.5 -12.5 എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ കറക്ഷൻ വാല്യൂ ഫോർ സെക്കൻഡ് ലൂപ്പാണ്. അതിലേക്ക് അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വെൻ കമ്പയറിങ് ടു ദ ഫസ്റ്റ് ലൂപ്പ്. അതുകൊണ്ട് നമ്മളൊരു അഡീഷണൽ നെഗറ്റീവ് സിമ്പിൾ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് കാണിക്കാൻ വേണ്ടി കൊടുത്തു. സോ ആ മൈനസും ക്യാൻസലായി +12.5 എന്ന് വരും. അങ്ങനെ നമുക്ക് ക്യു ബി ഡി ഫോർ ഫസ്റ്റ് ലൂപ്പ് 35 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 35. സെക്കൻഡ്ലി ഇതേ ഒരു മെത്തേഡിൽ നമ്മൾ സെക്കൻഡ് ലൂപ്പിൽ അതായത് ലൂപ്പ് ബി സി ഡി ബിയിലെ കോമൺ എലമെൻ്റായ ക്യു ഡി ബി കണ്ടെത്തുമ്പോൾ അവിടുത്തെ ആക്ച്വൽ അല്ലെങ്കിൽ അസ്യൂംഡ് വാല്യൂ പ്ലസ് കറക്ഷൻ ഫോർ സെക്കൻഡ് ലൂപ്പ് പ്ലസ് കറക്ഷൻ ഫോർ ഫസ്റ്റ് ലൂപ്പ് ദ സെയിം മെത്തേഡ് തന്നെ നമുക്ക് അവിടുത്തെ വാല്യൂ ഓഫ് അസ്യൂംഡ് ക്യൂ എന്ന് പറയുന്നത് -25 ആണ്. അതിലേക്ക് സെക്കൻഡ് ലൂപ്പിലെ കറക്ഷൻ -12.5 ആഡ് ചെയ്തു. അതിലേക്ക് ഫസ്റ്റ് ലൂപ്പിലെ കറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. ബിക്കോസ് നമ്മുടെ സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫസ്റ്റ് ലൂപ്പിലെ അതായത് ബി ഡിയിലെ കറക്ഷൻ ഫാക്ടർ. സോ അതുകൊണ്ട് മൈനസ് എന്ന് വരും. ഫൈനലി ക്യു ഡി ബിയുടെ വാല്യൂ -35 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു, അതിൽ കിട്ടിയ അല്ലെങ്കിൽ തന്നിട്ടുള്ള വാല്യൂവിനെ സ്പ്ലിറ്റപ്പ് ചെയ്തു. അതിനുശേഷം ടാബുലാർ മെത്തേഡിൽ 2 ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് അതിലെ ഓരോ ലൂപ്പിലെയും ഓരോ എലമെൻസും കാൽക്കുലേറ്റ് ചെയ്ത് കറക്ഷൻ വാല്യൂ കണ്ടെത്തി അത് ആഡ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ലൂപ്പും ആ സെയിം മെത്തേഡിൽ ചെയ്തു. അങ്ങനെ 2 മെത്തേഡിലും കിട്ടിയ കറക്ഷൻ വാല്യൂ വെച്ച് കോമൺ പൈപ്പിൽ വരുന്ന ആക്ച്വൽ ക്യൂ വാല്യൂവും കണ്ടെത്തി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെയിം പ്രൊസീജിയറിൽ ഇതിൻ്റെ സെക്കൻഡ് കറക്ഷൻ കണ്ടെത്തുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫസ്റ്റ് കറക്ഷനാണ്, നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് കറക്ഷനാണ്. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് ടേബിളിൽ കിട്ടിയ കറക്റ്റഡ് ക്യൂ വാല്യൂ ആണ് ഇവിടെ നമ്മൾ അസ്യൂംഡ് ക്യൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ലൂപ്പ് എ ബി ഡി എക്കും അതുപോലെ തന്നെ ലൂപ്പ് ബി സി ഡി ബിക്കും സെയിം മെത്തേഡിൽ സെയിം പ്രൊസീജിയറിൽ നമ്മൾ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും. വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്യൂ എയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് അല്ല, ഫസ്റ്റ് ടാബുലേഷനിൽ നമ്മൾ കണ്ടെത്തിയ വാല്യൂ ആണ് ഇവിടെ ക്യൂ എ എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ എടുക്കുന്നത്. സോ ഫസ്റ്റ് ലൂപ്പിൽ നമ്മൾ ഫസ്റ്റ് കറക്ഷൻ ചെയ്ത് കിട്ടിയ വാല്യൂസ് ഇവിടെ കറസ്പോണ്ടിങ് എ ബിക്കും ബി ഡിക്കും ഡി എക്കും നേരെ എഴുതി. ദെൻ ബാക്കി ആസ് യൂഷ്വൽ സെയിം പ്രൊസീജിയറിൽ നമ്മൾ ഫോർവേഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡെൽറ്റ എ ബി ഡി എ കണ്ടെത്തി. ഇവിടുത്തെ കറക്ഷൻ വാല്യൂ -2.685 ആണ്. അത് വെച്ചിട്ട് നമ്മൾ എ ബിയിലെയും ഡി എയിലെയും ആക്ച്വൽ ക്യൂ വാല്യൂ അല്ലെങ്കിൽ കറക്റ്റ് ക്യൂ വാല്യൂ കണ്ടെത്തി. ബി ഡി എന്ന് പറയുന്ന കോമണിലെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ലൂപ്പിലെ കറക്ഷൻ വാല്യൂ കൂടിയും കിട്ടണം. സോ നമ്മൾ സെക്കൻഡ് ടേബിൾ വരച്ചു, സെക്കൻഡ് കറക്ഷൻ ഫോർ ലൂപ്പ് ബി സി ഡി ബി. ഇവിടെയും ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കറക്റ്റഡ് ഫസ്റ്റ് കറക്ഷൻ ചെയ്ത് കിട്ടിയ കറക്റ്റഡ് ക്യൂ വാല്യൂ ആണ് ഇവിടെ ക്യൂ എ ആയിട്ട് അസ്യൂംഡ് ക്യൂ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ദെൻ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ഓരോ എലമെൻസും കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം കറക്ഷൻ വാല്യൂ ഫോർ സെക്കൻഡ് ലൂപ്പ് ഡെൽറ്റ ബി സി ഡി ബി കണ്ടെത്താം. അതിൻ്റെ വാല്യൂ -0.3046 ആണ് വരുന്നത്. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് പൈപ്പ് ബി സിയിലെയും സി ഡിയിലെയും കറക്റ്റഡ് ക്യൂ വാല്യൂ കിട്ടും. അതിനുശേഷം 2 ലൂപ്പിലെയും കറക്ഷൻ വാല്യൂ ആഡ് ചെയ്ത് നമുക്ക്
ഡി ബിയിലെയും അതുപോലെ ലൂപ്പ് 1-ലെ ബി ഡിയിലെയും കറക്റ്റഡ് ക്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. പ്രോബ്ലത്തിൽ വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പ്രോബ്ലത്തിലൊരു ഫിഗർ വരച്ചു. നമ്മൾ ആ ഒരു തന്നിട്ടുള്ള വാല്യൂവിനെ സ്പ്ലിറ്റപ്പ് ചെയ്തുകൊണ്ടൊരു ഫിഗർ വരച്ചു. സോ ഈ ഒരു ഫിഗറിൽ നമുക്ക് എ ബിയിലെ വാല്യൂ 25 അല്ലെങ്കിൽ എ ഡിയിലെ വാല്യൂ 25 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ വാല്യൂ നമുക്ക് ഈ ഓരോ പൈപ്പിലെയും കറക്റ്റഡ് വാല്യൂ സെക്കൻഡ് കറക്ഷന് ശേഷം കിട്ടിയല്ലോ. സെക്കൻഡ് കറക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ടേബിൾ ചെയ്തു. അതിലേറ്റവും എൻഡിൽ കറക്റ്റഡ് വാല്യൂ ഓഫ് ക്യൂ എന്ന് പറഞ്ഞ് സെക്കൻഡ് കറക്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂ, ആ വാല്യൂ ആണ് ഇനി നമ്മളിതിൽ മാർക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഡയഗ്രാം വരയ്ക്കും. അതിൽ നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നപ്പോൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് എഴുതി കഴിയുമ്പോൾ അപ്പോൾ മാത്രമേ ഈ ഒരു അനാലിസിസ് ഓഫ് നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആവൂ. സോ അതും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ഫുൾ സ്കോർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കൂ. സോ ഇതാണ് ഡാർസി വേവ്ബാക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഹാഡി-ക്രോസ് മെത്തേഡിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ബ്രീഫായിട്ട് ഒന്നും കൂടെ പറയാം. നമുക്ക് തന്നിട്ടുള്ള നെറ്റ്വർക്കിനെ റീഡ്രോ ചെയ്തിട്ട് അതിലെ തന്ന വാല്യൂസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ പൈപ്പിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ടാബുലർ മെത്തേഡിലാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 2 ലൂപ്പായിട്ട് ഈ ഒരു ഡയഗ്രത്തിനെ അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എ ബി ഡി എ എന്നും ബി സി ഡി ബി എന്നും ഈ 2 ലൂപ്പിലേക്കുമുള്ള ഫസ്റ്റ് കറക്ഷൻ ടാബുലർ മെത്തേഡ് വെച്ച് ചെയ്തിട്ട് കറക്റ്റഡ് ക്യൂ വാല്യൂ ഫോർ ഫസ്റ്റ് കറക്ഷൻ കണ്ടെത്തി. അതിനുശേഷം സെയിം മെത്തേഡിൽ സെക്കൻഡ് കറക്ഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് കറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കറക്ഷൻ വെച്ച് കിട്ടിയ കറക്റ്റഡ് ക്യൂ വാല്യൂ ആണ് ഓരോ പൈപ്പിനും റെസ്പെക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം സെക്കൻഡ് ലൂപ്പിലും ഫസ്റ്റ് ലൂപ്പിലും സെയിം പ്രൊസീജിയറിൽ സെക്കൻഡ് കറക്ഷൻ കണ്ടെത്തി അങ്ങനെ കിട്ടിയ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡയഗ്രാം റീഡ്രോ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് സിമ്പിൾ നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് സിമ്പിൾ എടുത്തിട്ടാണ് കാൽക്കുലേഷൻ നടത്തുന്നത് എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അടുത്തതായിട്ട് സെയിം ഹാഡി-ക്രോസ് മെത്തേഡ് യൂസിങ് വില്യം ഹെയ്സൺ ഫോർമുല. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഇതെങ്ങനെയാണ് ഇവിടെ മാറ്റം എന്താണെന്നുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ വില്യം ഹെയ്സൺ ഫോർമുല ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കില്ല, 1.5 ആയിരിക്കും. സോ ആ ഒരു ഡിഫറൻസാണ് പ്രൈമറിലി നമുക്കവിടെ നോട്ട് ചെയ്യാനുള്ളത്. ദെൻ നമുക്കിവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഡയഗ്രത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ ഡയറക്റ്റ്ലി കെ വാല്യൂ തന്നിട്ടില്ല. നമുക്ക് ഓരോ പോയിന്റിലെ അല്ലെങ്കിൽ ജംഗ്ഷനിലെ ക്യൂവിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ദെൻ അവിടെ ഒരു ഡയമീറ്ററും അതുപോലെ തന്നെ ലെങ്ത്തും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ച് നമ്മൾ കെയുടെ വാല്യൂ കണ്ടെത്തണം എന്നാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇങ്ങനെയാണ് പ്രോബ്ലം വന്നതെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ റീഡ്രോ ചെയ്യുന്നു. ദെൻ ആ തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരത്തെ ആ സെയിം പ്രൊസീജിയറിൽ ഓരോ ജംഗ്ഷനും ഓരോ നെയിം കൊടുത്തു. ക്വസ്റ്റ്യനിൽ മേ ബി ഡയറക്റ്റ്ലി ജംഗ്ഷൻ്റെ നെയിംസ് തന്നിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു തന്നിട്ടുള്ള ക്യൂ എമൗണ്ടിനെ ഓരോ ലൈനിലേക്കും അല്ലെങ്കിൽ ഓരോ പൈപ്പിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പോയിൻറ്റ് എയിൽ 80 എന്ന് പറയുന്നൊരു എമൗണ്ടാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 45ഉം 35ഉം എന്നും ഡിവൈഡ് ചെയ്തു. അങ്ങനെ ബിയിലേക്ക് നമുക്ക് 45 എന്ന് പറയുന്നൊരു എമൗണ്ട് അവൈലബിൾ ആയി. അവിടുന്ന് 22 ഔട്ട്വേർഡ് ക്വസ്റ്റ്യനിൽ ആൾറെഡി തന്നിട്ടുണ്ട്. ഔട്ട്വേർഡ് 22 എന്ന് പറയുന്നൊരു വാല്യൂ പോകുന്നുണ്ട്. സോ ഔട്ട് ഓഫ് 45 റിമൈനിങ് 23 എന്ന് പറയുന്നത് ബി ടു സി എന്ന് പറയുന്ന ഡയറക്ഷനിൽ പോകും. ഇത്തരത്തിൽ ഓരോ ലൈനിൽ നിന്നും എത്രത്തോളം വെള്ളം എത്തുന്നു എന്നും അവിടുന്ന് എത്രത്തോളം പുറത്തേക്ക് പോകുന്നു എന്നും കൺസിഡർ ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്ര വെള്ളം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ബാക്കി ഉണ്ടാവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ കണ്ടെത്തുകയാണ്. കെയുടെ വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു L/470 d റേസ് ടു 4.85. ഡി അഥവാ 5 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, ഡയമീറ്റർ. സോ ഇതിൽ ഓരോ ലൈനിലേക്കുമുള്ള വാല്യൂസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് കെയുടെ വാല്യൂ കണ്ടെത്തണം. സോ ടാബുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കെ എന്ന് പറയുന്ന ഒരു കോളം കൂടി അഡീഷണൽ ആയിട്ട് വരും. സോ നേരത്തെ സെയിം പ്രൊസീജിയറിൽ ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് എ ബി സി ഡി എ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് ഡി സി എഫ് ഇ ഡി എന്ന് പറയുന്നതും വരും. ആൾറെഡി നമ്മൾ ചെയ്ത പോലെ തന്നെ ഏതൊക്കെയാണ് പൈപ്പ് എന്ന് നോട്ട് ചെയ്യും. അതിനുശേഷം ക്യു എയുടെ വാല്യൂ
തന്നിട്ടുള്ളതും അതിൻ്റെ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് കൺസിഡറേഷൻ വെച്ച് അതിന് നെഗറ്റീവ് ഓർ പോസിറ്റീവ് സിമ്പിൾ കൊടുക്കും. അതിനുശേഷം കെ വാല്യൂ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ എച്ച് എൽ ഹെഡ് ലോസ് കണ്ടെത്തും, മോഡുലസ് ഓഫ് എച്ച് എൽ ബൈ ക്യു എ കണ്ടെത്തും, ആഫ്റ്റർ കറക്റ്റഡ് ക്യു കണ്ടെത്തും. മീൻസ് അസ്യൂംഡ് ക്യു എ പ്ലസ് കറക്ഷൻ വാല്യൂ. കോമൺ പൈപ്പിൻ്റെ കേസിൽ 2 ലൂപ്പിലെ കറക്ഷൻ ഫാക്ടറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റഡ് ക്യു വാല്യൂ കിട്ടുന്നത്. സോ അങ്ങനെ ഫസ്റ്റ് കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ സെക്കൻഡ് കറക്ഷൻ ഫോർ ലൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ആദ്യം ചെയ്ത് കിട്ടിയ കറക്റ്റഡ് വാല്യൂസിന് നമ്മൾ ഓരോ പൈപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസ്യൂംഡ് ക്യു വാല്യൂ ഒക്കെ എടുക്കും. ദെൻ കാൽക്കുലേറ്റ് ചെയ്ത് സെയിം പ്രൊസീജിയറിൽ വർക്കൗട്ട് ചെയ്യും, കറക്ഷൻ വാല്യൂ കണ്ടെത്തും. അതിനുശേഷം ആ കറക്ഷൻ വാല്യൂ ഇൻഡിവിജ്വൽ പൈപ്പിലെല്ലാം ആഡ് ചെയ്യും. അതിനുശേഷം കോമൺ പൈപ്പ് വരുന്നിടത്ത് നെക്സ്റ്റ് ലൂപ്പിൻ്റെ കറക്ഷൻ വാല്യൂ കൂടെ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ കറക്റ്റഡ് ക്യു വാല്യൂ കണ്ടെത്തുന്നത്. ആൻഡ് ഫൈനലി ഇങ്ങനെ കിട്ടിയ വാല്യൂ, നമ്മൾ സെക്കൻഡ് കറക്ഷൻ ചെയ്ത് കിട്ടിയ വാല്യൂ നമ്മുടെ ആ ഒരു ലേ ഔട്ടിലേക്ക്, നമ്മൾ ആൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു ലേ ഔട്ടിനെ റീഡ്രോ ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ ഒരു ആക്ച്വലി കിട്ടിയ വാല്യൂ അതിൻ്റെ വിത്ത് സിമ്പിൾ കൊടുത്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഹാഡി-ക്രോസ് മെത്തേഡിൽ ഡാസി-വെയ്ബാക്ക് ഇക്വേഷൻ വെച്ചും വില്യൻ ഹെയ്സം ഇക്വേഷൻ വെച്ചും ഈ പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാം. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളവിടെ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂസിലാണ്, ബാക്കിയെല്ലാം സെയിം ആണ്. അതുപോലെ തന്നെ കെയുടെ വാല്യൂ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് അത് സെപ്പറേറ്റ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതല്ല, അതിന് പകരം ഓരോ പൈപ്പിലെയും ലെങ്ത്തും ഡയമീറ്ററുമാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കെയുടെ വാല്യൂ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും. സോ ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടൈപ്പിലുള്ള പ്രോബ്ലമാണ്. മേ ബി ഒരു 15 മാർക്സിനോ അല്ലെങ്കിൽ 20 മാർക്സിനോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രൊസീജിയർ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മളതിൻ്റെ ലേ ഔട്ട് റീഡ്രോ ചെയ്തിട്ട് അതിൽ തന്നിട്ടുള്ള വാല്യൂവിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. അതിനുശേഷം ടാബുലേഷൻ മെത്തേഡിൽ 2 ലൂപ്പിലേക്കുള്ള ഫസ്റ്റ് കറക്ഷൻ കണ്ടെത്തും. ആ കണ്ടെത്തിയ വാല്യൂസ് വെച്ച് നമ്മൾ 2 ലൂപ്പിലും സെക്കൻഡ് കറക്ഷൻ കണ്ടെത്തും. ആ സെക്കൻഡ് കറക്ഷൻ വെച്ച് കിട്ടിയ കറക്റ്റഡ് ക്യു വാല്യൂ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡയഗ്രാം റീഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഡിവിഷൻ കൊടുക്കുന്നത്, അതായത് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന ആ ഒരു ഡിവിഷൻ, അതായത് തന്നിട്ടുള്ള വാല്യൂവിനെ നമ്മൾ 2 ലൈൻസിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് വലിയൊരു വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ ഒരു ജംഗ്ഷൻ എയിൽ 80 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇൻപുട്ട്. അത് നമ്മൾ 45, 35 എന്ന് ഡിവൈഡ് ചെയ്തു. അതിന് നമ്മൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് 70 and 10 എന്ന് ഡിവൈഡ് ചെയ്താൽ, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. 2 ലൈനിലേക്കും നമ്മൾ ഈക്വലായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ വാല്യൂ കൂടും അല്ലെങ്കിൽ എറർ വാല്യൂ കൂടുതലായിരിക്കും. സോ എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ, ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഏകദേശം ഒരു നിയർ ബൈ ആയിട്ടുള്ള മാക്സിമം ഒരു 10 ഡിഫറൻസിലൊക്കെ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്ഷൻ ഫാക്ടർ വാല്യൂ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. സോ എക്സാമിനേഷന് ഈ ഒരു പാർട്ടിൽ നിന്നും മേ ബി ഹാഡി-ക്രോസ് മെത്തേഡിൻ്റെ പ്രൊസീജിയറും തിയറി സെക്ഷനും എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ആൾറെഡി ഇനീഷ്യലി ഡിസ്കസ് ചെയ്ത മെത്തേഡിലുള്ളൊരു ഡിസ്കഷൻ, അതായത് അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഇക്വേഷൻസും ഓരോ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും കാണിക്കാം. അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഡാസി-വെയ്ബാക്ക് ഇക്വേഷൻ്റെ ബേസിസിലോ ഈസൺ-വില്യംസ് ഫോർമുലയുടെ ബേസിസിലോ ഉള്ളൊരു പ്രോബ്ലം, അങ്ങനെ 2 ചാൻസസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ദെൻ അത് കൂടാതെ ഇക്വലൻറ്റ് പൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നൊരു സെഷനും കൂടി ഇതിലുണ്ട്. അത് പ്രീവിയസ് ഇയറിലൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലമാറ്റിക് സെക്ഷൻ എന്ന് ചോദിച്ചിട്ടില്ല. അത് ചോദിക്കുകയാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റുന്നൊരു പ്രോബ്ലം അല്ല. നോമോഗ്രാം എന്ന് പറയുന്നൊരു ഗ്രാഫ് നിങ്ങൾ ഡിസ്കസ് ചെയ്തതായിരിക്കും, പഠിച്ചതായിരിക്കും. അത് വെച്ച് മാത്രമേ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ. സോ ആ ഒരു ഏരിയയും കൂടിയും ശ്രദ്ധിക്കുക. മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ഏരിയയിൽ നമുക്ക് തിയറി സെക്ഷനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രോബ്ലം കൂടുതലും ഈ ഒരു ഹാഡി-ക്രോസ് മെത്തേഡ് വെച്ച് വരാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും വളരെയധികം ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ സെക്ഷൻ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ള ഡയറക്ഷൻ വെച്ച് സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം
കാൽക്കുലേഷൻ കറക്റ്റായി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സെഷനിൽ നിന്ന് ഫുൾ മാർക്ക് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും.